എന്തെങ്കിലും മിഴിച്ചു നോക്കുന്നത്? നിങ്ങളൊക്കെ ഒരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതിയൊക്കെ ഞാൻ തന്നെ അങ്ങ് ഉറപ്പിച്ചു. അടുത്ത മാസം 18-ാം തീയതി 10-നും 10:30-ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ. ഇങ്ങനെ പെട്ടെന്നോ? ഇനി ഒരു മാസമല്ലേ കിടക്കുന്നത്. സ്ത്രീധനമായിട്ട് പൊന്നോ പണവോ ഒന്നും ചോദിച്ചിട്ടില്ല. കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത്. പിന്നെന്താ? എന്തൊക്കെയായാലും ശരി, അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്താൻ വിചാരിക്കണ്ട. അളിയൻ ആള് കൊള്ളാമല്ലോ. കാശ് കടം വാങ്ങുമ്പോ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു. ഇപ്പൊ നിന്റെ പെങ്ങള് വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ. ഇവിടെ ഉണ്ടായിരുന്നോ? നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതിമയങ്ങി ഞാനങ്ങ് കല്യാണത്തിന് ഒരുങ്ങാണെന്ന്. അതൊന്നും അല്ലടി. ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ, നിന്റെ മറ്റവനോട് ജയിക്കാനുള്ള വാശി. കൊള്ളാം. തന്നെ പോലെ ഒരു ക്രിമിനലിനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ. ആ കർണാടകക്കാരന്റെ ബലത്തിൽ കിടന്ന് നെഗളിച്ചോണ്ടല്ലോ നിന്റെ കഴുത്തിനെ അരിഞ്ഞോളയും. അയ്യോ, അവനൊന്നും ചെയ്യല്ലേ. എന്റെ നേരെ കൈവൊക്കെ. എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലുണ്ടല്ലോ എല്ലാറ്റിനും ജീവനോടെ കത്തിക്കും ഞാൻ. എന്താലേ അവന്റെ ആ ശുഷ്കാന്തി കണ്ടമല്ലയാ. വൃത്തി കിട്ടവനെ നീ എന്തിനാണ് അവന്റെ ശുഷ്കാന്തി നോക്കുന്നത്? അയ്യോ, വാക്കുകളുടെ അന്തസ്സത്തെ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ. നീ അന്തസ്സില്ലാതെ സംസാരിക്കുന്നത്. മല്ല ഇനി മലയാളം പഠിക്കാതെ ഞാൻ മുന്നിൽ വരില്ല. ಹೋಗಲ್ಲ നാച്ചിക്കയിൽദോനെ. ഡോക്ടർ എന്താ ഇങ്ങോട്ട്? നാട്ടുകാര് പറയുന്ന കഥകളെല്ലാം അറിയുന്നുണ്ടോ? അതിനൊരു ക്ഷമ പറയാൻ കൂടിയാ ഞാൻ വന്നത്. നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത്. അത് മല്ലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നറിയാം. മറ്റൊന്നും ചിന്തിക്കാതെയാണ്. അതൊന്നും സാരമില്ല. ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത്. ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറി വരെ അടുപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നാട്ടുകാര് പറയുന്നതിൽ കാര്യമുണ്ട്. കണ്ടില്ലേ? എല്ലാം ശരിയാകും. ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. നിമ്മതി ആഗ്രഹം. കാഴ്ച കാണാൻ നിൽക്കാതെ വരുന്നുണ്ടോ താൻ? ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമരമാണ് ശ്രദ്ധിച്ചത്. ഇങ്ങനെയൊക്കെയാണ് തന്മാത്രകൾ ഉണ്ടാവുന്നത്. പളുങ്ക് കൊള്ളാല. ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാര് ചില പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. സൂക്ഷിക്കണം. എന്താ? അല്ല, ചില നാടുകൾ പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന്. ശരിയല്ലേ? ശരിയാണെങ്കിൽ നടന്നോ. അതിനെ തുറപ്പിച്ചു നോക്കണം. എന്തിനാണ്? നമുക്കൊന്നും വിധിച്ചിട്ടില്ല. കേറിക്കോ. വേണ്ട, ഇതിനു മുൻപ് നടന്നു തന്നെ പോയിക്കൊണ്ടിരുന്ന് എല്ലാം പഴയതുപോലെ തന്നെ ആയിക്കോളാം. മാക്രി, ഗൗരിക്കെന്താ ഒരു പിണക്കം? ഗൗരിക്ക് മാത്രമല്ല, എനിക്ക് മല്ലയോട് പിണക്കുക. നമ്മൾ തമ്മിൽ ഇത്ര അടുപ്പായിട്ടും ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള ഡിംഗോളിഫിക്കേഷൻ മല്ല എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ബ്രോക്കർ പണിയും ഞാൻ ചെയ്യാറുന്നില്ലേ. കാറ്റാപ്പിള്ളിയോട് പോകാൻ പറ. നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരും. കുരവിടാൻ ഈ ഗൗരി ഉണ്ടാവും. ഇല്ല മോളെ? ഏടാ മാക്രി മൂർക്ക, നീ എന്താ വിസാരിച്ചത്? നല്ല പ്രായത്തില് മള്ളയെ പ്രേമിച്ചിട്ടില്ല, പിന്നല്ലേ സീത്ത പ്രായത്തില്. പിന്നെ മള്ളയുടെ അടുത്ത് ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും. അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും, ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും. അല്ലാതെ അതിലൊന്നും ഒരു കാര്യമില്ല. നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ ഞാൻ അല്ല അടിവെച്ചു തരും. അത്തായിത്ത മനസ്സിലായോടി ഡഡി. നല്ല ഗൗരി, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. മല്ലയ്യ ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര വെപ്രാളം ദേഷ്യം? അതുപോലെ അങ്ങേര് വന്നതിനെ ഈ വിശദീകരണമൊക്കെ തരുന്നത്. ഇതിൽ നിന്നും നമുക്കെന്താ മനസ്സിലാവുന്നത്? രണ്ട് മത്സര പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും. പോകോ വലേട്ടാ. ഏട്ടനോ? ഇപ്പൊ ശരിയായി. ആശാനൊന്ന് വേഗം വാ. ആ മുരുകൻ ഇങ്ങനെ ഒരു സന്മനസ് കാണിച്ചതുകൊണ്ട് ഇപ്പൊ ഇതിനകത്തെങ്കിലും ഒന്ന് സഞ്ചരിക്കാറായി. എനിക്ക് അവനെ അത്ര പിടിക്കുന്നൊന്നുമില്ല. ഒരു വായി നോക്കി. ഏയ്, മുരുകൻ ആള് ഡീസന്റാ. ബാപ്പാന്റെ ഭാര്യ കുട്ടികൾ എന്ത് വിളിക്കും? ഉമ്മ. ആണേ, തന്നോളൂ. ഏറ്റവും ഞാൻ തോന്നുന്ന എന്തുവാടാ ചെസ് കളിക്കുന്നു? ചീട്ടിട്ടടാ. ഓ, ഉമ്മ തന്നില്ല. അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ, ചെന്ന് കൊടുക്കടാ.
അയ്യേ അയ്യനെ വൃത്തിയാക്കുന്നത് അയ്യേ എന്ത് രതിവകൃതമാണ് ഈ കാണിക്കുന്നത്? ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഞാൻ എന്ത് വിശ്വസിച്ച് ജീവിക്കും? നാണം ഉണ്ടോടാ നിനക്ക് ആ പെണ്ണിന്റെ പുറകെ വൃത്തിയോട് പറയാൻ? വല്ലവന്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നതിന് അത്ര വൃത്തിയായിട്ടില്ല. തോന്നിവാസം കാണിച്ചിട്ട് നീ മറ്റേ വർത്താനം പറയുന്നു. അടിച്ചെന്നെ മോനാടെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ആളാകാൻ നോക്കല്ലേ. മല്ലയെ കുപ്പിയിലാക്കി 10 ലക്ഷം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക. ഇനിയും വല്ല നക്കാപ്പിച്ചും കിട്ടുമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോയിക്കണം, അല്ലാതെ ഭരിക്കാൻ വന്നോണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? ചന്ദ്ര വേണ്ട. വീടാനല്ലേ പറഞ്ഞത്? അവനെ തൊട്ട കൊണ്ണുകളയുണ്ട്. ഓഹോ, അപ്പൊ എന്നെക്കാളും വലുത് മല്ലേക്ക് ഇയാളാണല്ലേ? നൻകെ നീയും അവനും ഒരു പോലെ. ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ, അല്ലാതെ എന്ത് ബന്ധം മല്ലേക്ക് ഇയാളായിട്ടുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരാ അല്ലേ? പണ്ട് മസനഗുഡിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യസ്ഥന്റെ മോൻ, അത്രല്ലേ ഉള്ളൂ. അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. ആണോടാ? എന്താ ചന്ദ്ര ഇത്? മല്ല എന്നോട് ക്ഷമിക്കണം. മീനാക്ഷിയുടെ മോശമായി പെരുമാറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? മീനാക്ഷി സെല്ലി ചെയ്യരുത് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മാനകെട്ട മകൻ. മറ്റുള്ള പെമ്പിളാരെ കണ്ട പോലൊന്നുമല്ല അവളെ ഞാൻ കണ്ടതും അടുത്ത് പെരുമാറിയത്. അതിപ്പോ അത്ര വലിയ തെറ്റായി പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മിണ്ടരുത്, കൊള്ളുണ്ണൻ. മല്ലയ്യ, ഞങ്ങള് കാരണം ഇനി നിങ്ങൾ തമ്മിൽ വഴക്കു വേണ്ട. ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങിക്കോളാം. പോകേണ്ടത് നിങ്ങളല്ല, ഇവനാ ഇവൻ. അല്ലെങ്കിൽ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കാം. ഇനി പോകുള്ള മുറുക ബാടാന്നൊന്നും പറയാൻ നിൽക്കരുത്. നീ ഇങ്ങോട്ട് വരേതേ പേടാ. ഇനി എന്റെ പട്ടി വരും. മല്ലേക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെ ആയല്ലോ. തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ. എല്ലാവരും കൂടെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ. ഞാൻ ആർക്കും ഒരു ശല്യമാവുന്നില്ല. ആശാനെ, ഈ വീൽ ചെയർ വാങ്ങിച്ചു അന്നേരം നന്നെങ്കിലും കാണിച്ചുകൂടായിരുന്ന? അവനെ തിരിച്ചു വിളിക്കുമല്ലയ്യ. അവൻ വരും, ഇല്ലിഗേ വരും. ഈ വീട്ടിൽ തന്നെ വരും. ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അല്ല, നിന്റെ പട്ടി ബണ്ണില്ലേ? പട്ടിയോ? എനിക്കെവിടുന്ന പട്ടി? നിന്റെ പട്ടി വരുമെന്ന് പറഞ്ഞല്ലേ നീ പോയത്? അല്ല, പോയാ നാളത്തെ ചെക്കാര് കൊടുക്കും. അതിനല്ലട സാമി ഉള്ളത്. സാമിക്ക് ഓഡിറ്ററെ കാണാൻ പോണ്ടേ? ചെക്ക് കൊടുത്തു പോയാ പോരെ? അല്ല, തോട്ടത്തിലെ വിളവെടുപ്പ് നടക്കല്ലേ? അതിന് പണിക്കാരുണ്ടല്ലോ. ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും മിണ്ടായിരിക്കും. പോട്ടെ മല്ലയ്യ, ഒന്നും പറയണ്ട. ആശാനെ, വീൽ ചെയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണേ, വാറന്റി ഉള്ളതാ. ആ, ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ. നീ വന്നത് ഏതായാലും നന്നായി. നിന്നോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ചന്ദ്രമോഹൻ മീനാക്ഷിക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യേ, ഫുൾ ടൈം കള്ളു പിടിച്ചിടക്കുന്ന അയാളോ? ദേ, അയാൾ കൊണ്ടുവരുന്ന ആളും കള്ളുടിയനായിരിക്കും. നമുക്കതൊന്നും വേണ്ട. ചെറുക്കനാവക ദുസ്വഭാവങ്ങളൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. സെറിക്കനുടെ ചുറ്റുപാട് കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. മീനാക്ഷി സെറിക്കനെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് ഉറപ്പിച്ചു. ഇനി മേലെ നീ മീനാക്ഷി ആവശ്യമില്ലാതെ സെല്ല് ചെയ്യരുത് കേട്ടോ. എടാ, ചന്ദ്രമോഹനെ കൊണ്ടുവന്ന ആലോചന വേറെ ആരുമല്ലടാ, നിന്റെ ആടാ ഡബ്ബനാൻ മകനെ. അല്ലെങ്കിലും ഈ ചന്ദ്രമോഹൻ ആള് നല്ലവനാ. പക്ഷേ ഒരു കാര്യം, ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ. മതി, രണ്ടും ഒരുമിച്ച് നടത്താലോ. ദേ, അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ. ഉള്ളിലോരോന്ന് വെച്ചിട്ട് വെറുതെ ബലം പിടിക്കല്ലേ. ഇത് തന്നെയാണ് പറ്റിയ സമയം. ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോടും മുരുകനോടും പറയാൻ പോവാ. അവര് പിന്നെ മല്ലയായിട്ട് സംസാരിക്കട്ടെ. പറയട്ടെ. ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ. അല്ല, മല്ലയോട് പറയാനുള്ള സമ്മതം. മുല്ലയ്യ, ഛേ, മുത്തയ്യ, ഛേ, മല്ലയ്യ. ഈ പ്രായത്തിൽ ഇനി കല്യാണം? അതിന് ഗൗരിക്ക് അത്ര പ്രായമായിട്ടില്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഈമന്റെ കാര്യം നടക്കട്ടെ. എനിക്കിനി അങ്ങനെയുള്ള ആശകൾ ഏനും ഇല്ല. ചുമ്മാ ചാടാണിക്കല്ലേ. ഇപ്പൊ തന്നെ ലേറ്റാ. വേണമെങ്കിൽ ഇപ്പൊ പറയണം. അതെല്ലാം ശരിയാകത്തില്ല. ഓ, അത് ശരി. അപ്പോ വിവാഹം കഴിക്കാൻ പറ്റാത്ത രീതി ശാരീരികമായ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ ഓടിത്തിനോട് കാത്തേ. പിന്നെന്താ സമ്മതിച്ചാല്? ഞാനത് പറയണോ? ഞാനത് തന്നെ ഹേളുവെക്ക. മുരുക വേണ്ട. മക്കള് നന്നായി കാണണമെന്നുള്ള ഒരു അച്ഛന്റെ ദുരാഗ്രഹം കൊണ്ട് ആലോചിച്ചതാ. അതുകൊണ്ട് അർഹതയില്ലാത്ത ഒരു ബന്ധമാണെന്ന് അറിഞ്ഞിട്ട് പോലും. അർഹതയില്ലാത്ത എനിക്കാണ് ആസാനെ. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ എല്ലാരും എന്നെ വെറുക്കും. ആസാനും
ഗൗരിയും എല്ലാരും. അതുകൊണ്ടാ. മല്ലയെ കുറിച്ച് ഇനി എന്തറിയാനാ? എടാ, നീ അറിയാത്ത ഒരാൾ എന്റെ ഉള്ളിലുണ്ട്. അത് ഈ നാട്ടുകാർക്ക് അറിയാം, ഈ ആസാൻ അറിയാം. അതാരാണെന്ന് അറിഞ്ഞിട്ട് ആസാൻ തന്നെ തീരുമാനിക്കും. ആസാന്റെ മകൾക്ക് പറ്റിയ ആളാണോ ഞാനെന്ന്. മല്ലയ്യ പറയുന്നതൊന്നും എന്നാ ശരിക്ക് പറഞ്ഞു തരാം. പണ്ട് കുറെ കാലം മുമ്പ് നാട്ടുകാരുടെ പണവും കത്കൊണ്ടുപോയ ആസാനെ ഈ ഗതിയിലാക്കിയ ഒരു കള്ള ഹുടുകനെ ആസാൻ ഓർമ്മയുണ്ടോ? ആ ഹുടുക ആനാ. പണം കത്കൊണ്ട് പോകുന്നു എന്ന് കരുതിയിട്ടല്ലേ ആസാൻ എന്നെ തടഞ്ഞത്. പക്ഷേ ശരിക്കും നടന്നത് എന്താണെന്ന് ആസാൻ അറിയാം. അപ്പൊ മലയാളം അറിഞ്ഞുകൂടാത്ത എനിക്ക് അവർ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ആ ദുഡിൻ പെട്ടി ഏത്കൊണ്ട് ഓടൂ. ഓട്, ഓടിപ്പിടോ. ಅಣ್ಣವರೇ, 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 ಏನಾಯ್ತು ಅಣ್ಣವರೇ? ಮಾತಾಡಿ ಅಣ್ಣವರೇ, ಏನಾಯ್ತು ಅಣ್ಣವರೇ? അതാരാ ചെയ്തത് എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കണോ അവരോട് പകരം ചോദിക്കണോ അല്ല ഞാനിവിടെ വന്നത്. പക്ഷേ എല്ലാവരുടെ കണ്ണിലും ഞാനിപ്പോ കള്ളനാണ്. സ്വന്തം മകനെ പോലെ സ്നേഹിച്ച മനസ്സിനെ പറ്റിയ സാധ്യത. മറ്റാരെയോ രക്ഷിക്കാൻ അന്ന് കുറ്റം വീരുവിന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ കുറുപ്പച്ചനോട് ഞാൻ പലയാവർത്തി ചോദിച്ചിട്ടും വീരുവിന്റെ പേര് തന്നെയാണ് അയാൾ പറഞ്ഞത്. പിന്നെ ആ സത്യം അറിയാവുന്നത് മിണ്ടാമയ്യാതെ കിടക്കുന്ന ഉണ്ണിത്താനാണ്. ഇനി ആ സത്യം അറിയണമെങ്കിൽ ഉണ്ണിത്താൻ സംസാരിക്കണം. എങ്കിലേ പഴയ വീരു തെറ്റുകാരനല്ലെന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കൂ. ഒരു തെറ്റ്, ഒരേ ഒരു തെറ്റ്, അത് മാത്രം ഞാൻ ചെയ്തിട്ടു. അത് ആസനോടാ. എനിക്ക് രസവരാൻ വേണ്ടിയാ അങ്ങനെ ചെയ്തു. എല്ലാ ചട്ടമ്പകളുടെയും അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവം എനിക്ക് തന്ന ശിക്ഷ. അത്രയേ ഉള്ളൂ. ഈ അവസ്ഥയിലിരിക്കുന്ന എനിക്ക് എന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ചുള്ള വേവലാതിയേ ഉള്ളൂ. അവർക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ പഴയതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ്. സ്റ്റോപ്പ്. ചവിട്ടി നിർത്തിക്കോ. വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളസാരി ഉടിപ്പിക്കണ്ട. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ? ശരി, വണ്ടി എടുക്കടാ. അതല്ലാന്ന് നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ. അതിലൊരു ചതിയില്ലേ? എന്ത് ചതി? അപ്പ മുതലാളിയുടെ ഡോക്ടർ പെണ്ണിനെ ആ മല്ലയ്യ കെട്ടില്ല. ഓഹോ, അപ്പൊ നീ മല്ലയുടെ ഭാഗത്താണോ? കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പ മറ്റവളെ കെട്ടാൻ പോകുന്നെന്ന്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ, നമുക്ക് കാണാം. നാടകം കളിക്കാൻ അവനാര് എണ്ണൻ പിള്ളേ? ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയ ആള് ഞാൻ തന്നെയാ. പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റിയെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പോ പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ, അത് വേണ്ട. എനിക്ക് ചിലപ്പോ നോവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാടാ തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. തമാശ കളിക്കല്ലെന്ന് ഒറിജിനാലിറ്റി ഇല്ലെങ്കിൽ വിശ്വസിക്കില്ല. വേണ്ട, മേലിൽ നിന്റെ മുതലാളിയുടെ മുന്നിൽ കണ്ടുപോയിരുന്നു. മല്ലയ്ക്ക് സ്തുതി പറഞ്ഞവന് മല്ലയ്യയുടെ കൂടെ പൊക്കോണം.
ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂടാ കാട്ടാപ്പള്ളി. ഇനി അവിടം വരെ എങ്ങനെ നടന്നെത്തുവെന്തോ. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ നടന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു. നിന്ന് കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണാവല്ലേ? ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയാ ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ സോർത്താൻ. ചില സമയത്ത് സത്യേക്കാൾ ബലനാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ? കട്ട്കൊൺബാ ആട്ടാടോണ. ഡാ ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ഇങ്ങ് വാ പറയട്ടെ. എന്നെ തല്ലാനല്ലാന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം. ശിവനെ കൊണ്ടാണേട്. നീ മര്യാദക്ക് ഇവിടെ നിക്കുമോ? അയ്യോ ഞാൻ മര്യാദയ്ക്ക് നിക്കുന്നേ, പക്ഷെ അടി കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. ആ കാട്ടുപുളിയെ ശരിയാക്കാൻ ഞങ്ങള് പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. ആശാനെ എന്താടാ? കണിയാന്റെ അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന്. പിന്നെ ഞാൻ കത്ത് കാണിച്ചൊരു വരട്ടിയപ്പോ ഒരു ഉഗ്ര മുഹൂർത്തം കുറിച്ച് തന്നു. അവന് കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഈ മല്ലയ്യ കല്യാണം കഴിക്കാൻ പോണ കല്യാണ പെണ്ണ ഏതാ? പുറത്തു പറയണ്ട. ഇല്ല, കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഡോക്ടർ പെണ്ണ. മല്ലയ്യോട് ലക്ഷ്മി എല്ലാ കഥകളും പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ. സ്നേഹിച്ച പെണ്ണിനെ കല്യാണം ആലോചിക്കാൻ ചെന്ന എന്റെ മകനെ അയാള് ഇനി ഇവിടെ വന്നെങ്ങാനും വരല്ല. അവൻ ആവശ്യം എന്നെ. ഞാൻ അവന്റെ അടുത്തേക്കാണ് പോണത്. അച്ഛനാ, വളരെയധികം നന്ദിയുണ്ട് മല്ലയ്യ. ഇവനെ ആ നാഗേന്ദ്രൻ ഉപദ്രവിച്ചപ്പോ ഞാൻ അവനെ കാണാൻ ചെന്നിരുന്നു. പക്ഷെ ആ പടിക്കകത്തോട്ട് പോലും അവൻ എന്നെ കയറ്റിയില്ല. അവന്റെ അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവനാ ഞാൻ. ഇതിനൊക്കെ എങ്ങനെ പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല. സാർ പണ്ട് എനക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അതിന് പകരമായ ഒരു ചെറിയ സഹായം അതിനുള്ളൂ. ഒന്ന് പുറത്തേക്ക് വരുമ്പോ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. പിന്നെന്താ?